ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പല ആളുകളും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇട്ടു, ചേട്ടാ ജിൻഡോപ്പന് അവിടെ എന്ത് ഗുളിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്, ജിൻഡോപ്പന് എന്താണ് അസുഖം, ജിൻഡോപ്പൻ എന്താ കുറച്ച് ദിവസമായിട്ട് ഒതുങ്ങി നിൽക്കുന്നത്, ജിൻഡോപ്പൻ എന്തെങ്കിലും അസുഖം ഉണ്ടോ, ഏത് ടാബ്ലറ്റാണ് കൊടുത്തത്, ലാലേട്ടൻ ഏത് ടാബ്ലറ്റെ കുറിച്ചാണ് അവിടെ പറഞ്ഞത് ജിൻഡോ ടാബ് കഴിക്കണമെന്ന്. ഒരുപാട് പേര് എൻ്റെ ഇൻബോക്സിൽ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ചേട്ടാ ഇതൊരു വീഡിയോ ചെയ്യും. അതേ പ്രകാരം ഞാൻ അതേക്കുറിച്ച് പഠിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയണമെങ്കിൽ വീഡിയോ മുഴുവൻ കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജിൻഡോപ്പനെ സ്നേഹിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ജിൻഡോപ്പൻ്റെ ഒരു വലിയ ഫാനാണ്. പിന്നെ അതുകൂടാതെ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ലാലേട്ടന് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ജിൻഡോ മരുന്ന് കഴിക്കാറുണ്ടോ, ജിൻഡോ മരുന്നൊന്നും കഴിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഏത് മരുന്നിനെ കുറിച്ചാണ് ലാലേട്ടൻ പറഞ്ഞത്? അപ്പോൾ നമ്മൾ ജിൻഡോപ്പൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ജിൻഡോപ്പൻ്റെ അമ്മ പറഞ്ഞ മറുപടിയാണ്, അവർ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചത് ബി കോംപ്ലക്സ് ഗുളിക അയച്ചു തരണം എന്നാണ് പറഞ്ഞത് എന്നാണ് ജിൻഡോപ്പൻ്റെ അമ്മ വെളിപ്പെടുത്തിയത്. വേറെ ആരുമല്ല വെളിപ്പെടുത്തി, ജിൻഡോപ്പൻ്റെ അമ്മയാണെന്ന് ഓർക്കണം. വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നൊക്കെ ഒരു ടാബ്ലറ്റ് വിറ്റാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് കഴിക്കുന്ന ഗുളികയാണ്. നമ്മുടെ വാടയുടെ ചെറിയ പൊട്ടലുകളും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ വായിലൂടെയൊക്കെ പൊട്ടുമ്പോൾ കഴിക്കുന്നൊരു ഗുളികയാണ് അത്. ആ ഗുളിക വാങ്ങിക്കാൻ അവിടെ ഉള്ള മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. പിന്നെ എന്തിനാണ് ജിൻഡോപ്പൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ആ ഗുളിക അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എത്ര നോക്കിയിട്ടും എനിക്കത് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തണം. അല്ല നമ്മൾ അവിടെ ഇത് കണ്ട പോലെ ലാലേട്ടൻ വന്ന് ചോദിക്കുന്ന പോലെ ജിൻഡോപ്പന് ഒരുപാട് അസുഖങ്ങളോ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ജിൻഡോപ്പൻ്റെ അമ്മ പറയുന്നത്. പിന്നെ ആ അമ്മ ഒരുപാട് സങ്കടത്തോട് പറയുന്നുണ്ട്, ആ മാനെ അവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ ആ അപ്പച്ചനും അമ്മച്ചിക്ക് ഒരുപാട് വിഷമമുണ്ട്. അത് നമുക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. നമുക്ക് തന്നെ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. ആ മനുഷ്യന് അവിടെ ഉള്ളവർ എന്തൊക്കെയാണ് പറയുന്നത്, അപ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളാരും പേടിക്കാനൊന്നുമില്ല, ജിൻഡോപ്പന് വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നാണ് ജിൻഡോപ്പൻ്റെ അമ്മച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു.